ഏത് വിധത്തിലും ചിലരെ നേടുക. ഇതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം നമ്മളിങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ, ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനന്മാർക്ക് ബലഹീനനായി, ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ ആയിത്തീർന്നിട്ടില്ല. എങ്കിലും നമുക്കങ്ങനെ ആകാനായിട്ട് ശ്രമിക്കാം എന്നൊരു ആഹ്വാനത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. ബലഹീനന്മാരെ നേടാൻ ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. അതെങ്ങനെ സാധിക്കും? എൻ്റെ ഗമ, എൻ്റെ പൊങ്ങച്ചം, എൻ്റെ വേദശാസ്ത്ര പഠനം, എൻ്റെ കുടുംബശ്രേഷ്ഠത, എൻ്റെ ഉള്ളിലെ നഗളം, എൻ്റെ അഹങ്കാരം, ഇതെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ അങ്ങനെയാകാൻ പറ്റും? അപ്പോൾ സുവിശേഷകന് അനുദിനം മാറ്റം വരണം, അല്ലേ? അനുദിനം നമ്മൾ ഉടയണം, നമ്മൾ ഏതുമില്ലാതാകണം. സെലിബ്രിറ്റികളായി സുവിശേഷകന്മാർ മാറുകയാണോ, അതോ സെർവൻ്റ് ആകുകയാണോ? ഇതൊരു ചോദ്യമാണ്. ഇതൊരു ചങ്കേക്കൊള്ളുന്ന ചോദ്യമാണ്. സുവിശേഷകന്മാർ സെലിബ്രിറ്റികളാകുകയാണോ, അതോ സെർവൻസ് ആകുകയാണോ? ബലഹീനന്മാരെ നേടുവാൻ ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏതെങ്കിലും വിധത്തിൽ ചിലരെ രക്ഷിക്കാൻ ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ദോസ് ഹു ആർ വീക്ക് ഐ ബിക്കെയിം വീക്ക്. മദർ തെരേസ ഒരു പ്രസംഗികയല്ല, അവരൊരു അമ്മയാണ്. ആരുടെ? ലക്ഷങ്ങളുടെ. അവർ സാധുക്കൾക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെ വാഗൊണ്ട് പറയാൻ പോലും ഞാൻ യോഗ്യനല്ല. അത്രമാത്രം ത്യാഗം ആ ഒരു സ്ത്രീ സഹിച്ചു. ഇതിൻ്റെ പുറകിലത്തെ ചേതോവികാരം എന്താന്നാ ചോദ്യം. അത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ഏത് വിധത്തിലും ചിലരെ നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ല. ചാരിറ്റി ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യട്ടെ. എല്ലാറ്റിനകത്തൂടെയും ക്രിസ്തു വെളിപ്പെടട്ടെ. എല്ലാറ്റിനകത്തൂടെയും ക്രിസ്തുവിനെ ഭാരതത്തിന് കൊടുക്കാം. ഏത് വിധേനയും ചിലരെ നേടേണ്ടതിന് നമുക്ക് നമ്മിലൊരു മാറ്റം വരുത്താം. ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. തമ്മിൽ തമ്മിൽ പോരടിക്കുകയും തമ്മിൽ തമ്മിൽ ചെളിവാരി എറിയുകയും തമ്മിൽ തമ്മിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതി സുവിശേഷത്തിന് ഭൂഷണമാണോ? എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം, സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.